Good morning, everybody. Today we are going to discussing about the third chapter, options. So far we have discussed about എന്താണ് ഫ്യൂച്ചേഴ്സ് അല്ലേ, ദ ഡെറിവേറ്റീവ്സ്. വാട്ട് ഡു യു മീൻ ബൈ ഡെറിവേറ്റീവ്സ് ആൻഡ് ദ മേജർ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ്. സോ ദ മേജർ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് കംപ്രൈസസ് ഓഫ് ഫ്യൂച്ചേഴ്സ്, forwards. So futures and forwards are the second chapter we have studied in this subject. So the next derivative instrument is options. So, what do you mean by option? In a general layman point of view, what is an option? Yes, it's our choice. അല്ലേ, നമ്മളുടെ ചോയ്സ് ആണ് ഓപ്ഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ ഇഷ്ടമനുസരിച്ചുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള നമ്മളുടെ ചോയ്സ് ഓർ ദ ഫ്രീഡം, ദാറ്റ് വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ ഓപ്ഷൻ. സോ ദ ചോയ്സ് ഓർ ദ ഫ്രീഡം ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ സിറ്റുവേഷൻസ്. അല്ലേ, നമ്മൾ ഓരോ സിറ്റുവേഷൻസിലും റിയാക്ട് ചെയ്യണത് എന്ന് പറയുന്നത് നമ്മളുടെ ചോയ്സ്, നമ്മളുടെ ഇഷ്ടമൊക്കെ പറയുന്നത് ദ സിറ്റുവേഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ബട്ട് ഇൻ ഡെറിവേറ്റീവ്സ് ദ ഓപ്ഷൻ മീൻസ് ദ റൈറ്റ്, നോട്ട് ദി ഒബ്ലിഗേഷൻസ്. അതെപ്പോഴും ഓർത്തു വയ്ക്കുക. ഏതൊരു സ്ഥലത്ത് ചോദിച്ചാലും, ഈവൻ ദ ഇൻ്റർവ്യൂസ്, ഏത് സബ്ജക്റ്റിൽ ചോദിച്ചാലും ഇങ്ങനെ ആയാലും അതിൻ്റെ ആദ്യത്തെ വാക്ക് എപ്പോഴും ഇതായിരിക്കും. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഡെറിവേറ്റീവ്സ് ആർ ദ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഹൂസ് വാല്യൂ ഡിറൈവ്ഡ് ഫ്രം ദി വാല്യൂ ഓഫ് ദി അണ്ടർലൈയിങ് അസറ്റ് എന്ന് പറയുന്നത് പോലെ തന്നെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ മീൻസ് ദ റൈറ്റ് ആണ്, ബട്ട് നോട്ട് ദി ഒബ്ലിഗേഷൻ ആണ്. വിച്ച് ഗീവ് ദ ഓപ്ഷൻ ഹോൾഡർ, ഹോൾഡർ മീൻസ് ദ ഓപ്ഷൻ ഓണർ, വിച്ച് ഗീവ്സ് ദ ഓപ്ഷൻ ഓണർ ദ റൈറ്റ് ബട്ട് നോട്ട് ദി ഒബ്ലിഗേഷൻസ് ടു ബൈ or to sell the underlying asset at a predetermined price or within a specified date in the future. സോ അത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇതെന്താണെന്ന് അടുത്തൊരു എക്സാമ്പിൾ പറയുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. ഇപ്പോൾ കണ്ടോ, ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ദ വൺ പേഴ്സൺ ബൈസ് ആൻ ഓപ്ഷൻ കോൺട്രാക്ട് ടു പർച്ചേസ് 100 shares of SBI at 250 per share within a period of 3 months from the date of the contract. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു വ്യക്തി ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യാണ്. എങ്ങനെയാണ് എൻ്റർ ചെയ്തിരിക്കുന്നത്? അയാൾ 250 രൂപ പെർ ഷെയർ ആയിട്ടുള്ള 100 SBI ഷെയർസ് 3 മാസത്തിനുള്ളിൽ വാങ്ങിച്ചോളാം എന്നുള്ളൊരു ഓപ്ഷൻ കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യാണ്. ഇനി ഈ 250 നിന്ന് ആ ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞത് 300 ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യോ? ഹീ വിൽ എക്സസൈസ് ദ ഓപ്ഷൻ ആണോ, അതോ ഹീ വിൽ നോട്ട് എക്സസൈസ് ദ ഓപ്ഷൻ ആണോ? അതായത് അയാൾക്ക് 250 രൂപയ്ക്ക് 3 മാസം കഴിഞ്ഞിട്ട് ആ ഷെയർ വാങ്ങിക്കാനായിട്ട് പറ്റും. ഇന്ന് കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്തപ്പോൾ 100 ഷെയർ 250 രൂപയ്ക്ക് വാങ്ങിച്ചോളാം എന്നുള്ളൊരു കോൺട്രാക്റ്റ് ആയിരുന്നു. 3 മാസം കഴിയാറായ ഒരു മൊമെൻ്റ് ആയപ്പോൾ 250 എന്നുള്ളൊരു ഷെയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 350 300 ആയി. അപ്പം 300 രൂപയ്ക്കുള്ളൊരു വസ്തു അയാൾക്ക് 250 രൂപയ്ക്ക് വാങ്ങിക്കാം. അപ്പോൾ ആൾക്ക് അതൊരു പ്രോഫിറ്റ് ആണ് അല്ലേ, വില കുറവുകളിൽ വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നു. സോ ഹീ വിൽ എക്സസൈസ് ദി ഓപ്ഷൻ. ഇനി അതേ സമയം തന്നെ ആ 250 രൂപയുടെ ഷെയർ എന്ന് പറയുന്നത് 150 100 ആയി, വില കുറയുന്ന സമയത്ത് എന്ത് ചെയ്യില്ല? ഹീ വിൽ നോട്ട് എക്സസൈസ് ദി ഓപ്ഷൻ. ഇഫ് ദ പ്രൈസ് ഫോൾസ് ബിലോ 250 ദെൻ ഹീ വിൽ നോട്ട് എക്സസൈസ് ദ ഓപ്ഷൻ ബിക്കോസ് ഇതൊരു ലോസ് ആണ് ആൻഡ് ഹി ഹാസ് നോ ഒബ്ലിഗേഷൻ ടു ബൈ ആണ്. ചിന്തിച്ച് നോക്കിയേ, 300 രൂപയുടെ ഷെയർ 250 രൂപയുടെ ഷെയർ 300 രൂപയായി എന്നുള്ള സാഹചര്യത്തിൽ അയാൾക്ക് ആ ഷെയർ വാങ്ങിച്ച് വീണ്ടും വിൽക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 250 രൂപയ്ക്ക് വാങ്ങിച്ച് 300 രൂപയ്ക്ക് ആൾക്ക് വിൽക്കാനായിട്ട് പറ്റും. സോ ഹിയർ ദ ഓപ്ഷൻ മീൻസ് ദ റൈറ്റ് ആണ്, നമ്മുടെ ചോയ്സ് ആണ്, നമ്മുടെ റൈറ്റ് ആണ്. അതും പറഞ്ഞ് നമ്മളുടെ ഒബ്ലിഗേഷൻസ് അല്ല. ടു ബൈ ചെയ്യാനോ അല്ലെങ്കിൽ സെല് ചെയ്യാനോ ഒരു അണ്ടർലൈങ് അസറ്റിനെ വാങ്ങിക്കാനോ വിൽക്കാനും ഉള്ള ഒരു ഒബ്ലിഗേഷനെ അല്ല ഇൻഡിക്കേറ്റ് ചെയ്യേണ്ടത്. ഇറ്റ് മീൻസ് അവർ റൈറ്റ് ഓർ ദ ചോയ്സ് ഓർ ദ ഫ്രീഡം ടു ബൈ ഓർ സെൽ ദ അണ്ടർലൈങ് അസറ്റ് within a predetermined price within an agreed time period. സോ ദിസ് ഇസ് അബൌട്ട് ദി ഓപ്ഷൻ. ഒന്നുകൂടി പറയാനുണ്ടെങ്കിൽ ഓപ്ഷൻ എന്ന് പറയുന്നത് റൈറ്റ് ആണ്, ഒബ്ലിഗേഷൻ അല്ല എന്നുള്ള കാര്യം എപ്പോഴും ഓർത്തിരിക്കുക. ഇനി എന്തെല്ലാമാണ് ദ ഫീച്ചേഴ്സ് ഓഫ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ? ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പാർട്ടീസ് ഉണ്ടാവും അല്ലേ. എല്ലാ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സും ഒരു കോൺട്രാക്റ്റ് ആണ്, അവിടെ 2 പാർട്ടീസ് ഉണ്ട്. സോ ഓപ്ഷൻ ഈസ് ഓൾസോ എ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ് വെർ ദർ ഇസ് എ കോൺട്രാക്ച്വൽ അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ ബയർ ആൻഡ് ദി സെല്ലർ. ഹിയർ ദ ബയർ ഹാസ് എ റൈറ്റ് ആൻഡ് ദ സെല്ലർ ഹാസ് ദി ഒബ്ലിഗേഷൻ.
buyer gives the right but not the obligation to buy or a specified asset within a specified time period. And ബയ്യർ ഗീവ്സ് ദ റൈറ്റ് ആയിരിക്കും. സെല്ലറെ സംബന്ധിച്ചിടത്തോളം സെല്ലർക്ക് എന്തായിരിക്കും, സെല്ല് ചെയ്യണം. അല്ലെങ്കിൽ ആ ഒരു ബയറെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും, വൺ ഈസ് ദ ബയർ ഓർ ദ ഇൻവെസ്റ്റർ ഓണർ ഹു ബൈസ് ദ റൈറ്റ് ആൻഡ് സെക്കൻഡ് സെല്ലർ ആയിരിക്കും സെൽസ് ദ റൈറ്റ് ചെയ്യുന്നത്. Then the seller of the option sells the right to choose the buyer in return for the payment called premium. ഈ ഒരു ബയർ സെല്ലറിലേക്ക് അല്ലെ സെല്ല് ചെയ്യാണ്. അത് റൈറ്റ് ടു ചൂസ് എന്ന് പറഞ്ഞ ഒരു കോൺട്രാക്റ്റുകൾ അഗ്രിമെൻറ്റിൽ ഓപ്ഷൻ ബയറും ഓപ്ഷൻ സെല്ലർ ഉണ്ടാവും. അവർക്കിടയിൽ ഉണ്ടാകുന്നതാണ് എന്ത്, ഓപ്ഷൻ പ്രീമിയം എന്ന് പറയുന്നത്. ദെൻ ദ ബയർ ഓഫ് ദ ഓപ്ഷൻ എന്ത് ചെയ്യാം, അയാളുടെ റൈറ്റ് ആണ്. അയാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്താൽ മതി, ഇഷ്ടമില്ലെങ്കിൽ എക്സസൈസ് ചെയ്യേണ്ട. ദ ബയർ ഓഫ് ദ ഓപ്ഷൻ മേ എക്സസൈസ് ഹിസ് റൈറ്റ് ഓർ ഹി വിൽ നോട്ട് എക്സസൈസ് ഹിസ് റൈറ്റ്. ഹീ വിൽ എക്സസൈസ് ഹിസ് റൈറ്റ്. എപ്പോഴാണ് എക്സസൈസ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പ്രൈസ് എന്ന് പറയുന്നത് 300 ഇൻക്രീസ് ചെയ്തപ്പോഴാണ് അയാൾ എക്സസൈസ് ചെയ്തത്. 250 രൂപയുടെ ഷെയർ 300 ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് എക്സസൈസ് ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ടാണ്? ദ പൊസിഷൻ ഈസ് അഡ്വാൻറ്റേജസ് ടു ഹിം അല്ലേ, അയാൾക്കത് വളരെയധികം അഡ്വാൻറ്റേജസ് ആയിരുന്നു. സോ അറ്റ് ദാറ്റ് മൊമെൻറ്റ് the buyer will exercise the option when it is more advantageous to him. If it is not beneficial, he will not exercise the option. ദെൻ സെല്ലർക്ക് എന്തില്ല, ഓപ്ഷൻ ഇല്ല. ബയറെ സംബന്ധിച്ചിടത്തോളമാണ് ഓപ്ഷനിൽ റൈറ്റ് ഉള്ളത്. സെല്ലർക്ക് എന്തില്ല, ഒരു ചാൻസ് ഇല്ല, അല്ലെങ്കിൽ ഒരു ചോയ്സ് ഇല്ല. ദ സെല്ലർ ഹാസ് നോ ചോയ്സ് ആൻഡ് ഹി ഹാസ് നോ റൈറ്റ് ആൻഡ് ഹി ഹാസ് ഓൺലി ദി ഒബ്ലിഗേഷൻ. ബയർക്കാണ് എപ്പോഴും റൈറ്റ് ഉണ്ടാവുക. ദ ബയർ ഹാസ് ദ റൈറ്റ് ബട്ട് നോട്ട് ദി ഒബ്ലിഗേഷൻ. സെല്ലർ ഹാസ് നോ ചോയ്സ് ആൻഡ് ഹി ഹാസ് ഓൺലി ദി ഒബ്ലിഗേഷൻ. ദെൻ 2 ടൈപ്പിലുള്ള ഓപ്ഷൻസ് ഉണ്ട്, കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും. The put option means right to sell and call option means right to buy ആണ്. നമുക്കിത് കുറച്ചും കൂടി കഴിയുമ്പോൾ പഠിക്കാം. Then the buyer of the option should exercise his right during a time period at a time of beginning signing of the contract മുതൽ ഈവൻ്റെ എക്സ്പയറി ഡേറ്റിൻ്റെ ഏത് സമയത്ത് വേണമെങ്കിലും അവർക്ക് കോൺട്രാക്റ്റിനെ എക്സസൈസ് ചെയ്യാം. പിന്നെ പറയുന്നത് എന്താണ്, ദ സ്പെസിഫൈഡ് ഓർ എഗ്രീഡ് അറ്റ് എ പ്രൈസ് അറ്റ് വിച്ച് ദ ഓണർ ഈസ് അലൗഡ് ടു ബൈ ഓർ സെൽ സ്പെസിഫൈഡ് അസറ്റ് ഈസ് കോൾഡ് എക്സസൈസ് ഓർ ദ സ്ട്രൈക്ക് പ്രൈസ്. എന്താണ് സ്ട്രൈക്ക് പ്രൈസ്, എന്താണ് എക്സസൈസ് പ്രൈസ്? എവിടെയാണ് നമ്മൾ ഓണർക്ക് ബൈ ചെയ്യാനോ സെല് ചെയ്യാനോ നമ്മൾ ആ ഒരു പ്രൈസിന് എഗ്രി ചെയ്യുന്നത്? ദ പ്രൈസ് ഇസ് കോൾഡ് എക്സസൈസ് പ്രൈസ്. ഇപ്പോൾ 250 രൂപയ്ക്ക് SBI ഷെയർസ് 100 രൂപ വെച്ചിട്ട് ഷെയർസ് വാങ്ങിച്ചോളാം എന്നുള്ളൊരു എഗ്രിമെൻറ്റിൽ ദ എക്സസൈസ് പ്രൈസ് ഇസ് 250. So all these are the features of option. 8 features ഉണ്ട്, 8 എണ്ണവും പഠിക്കണം വിതൗട്ട് സ്കിപ്പിംഗ് എനി വൺ. ദെൻ ആരൊക്കെയാണ് ദ പാർട്ടീസ് ഓഫ് ഓപ്ഷൻ കോൺട്രാക്റ്റ് എന്നാണ് പറയുന്നത്. മെയിൻലി ദ ഓപ്ഷൻ കോൺട്രാക്റ്റിലെ പാർട്ടീസ് എന്ന് പറയുന്നത് ദെൻ ദ ഇൻവെസ്റ്റർ ആൻഡ് ദി സെല്ലർ. 2 പാർട്ടീസാണ് ഉണ്ടാവുക, അതായത് പർച്ചേസർ സെല്ലർ അല്ലെങ്കിൽ ബയ്യർ സെല്ലർ. ആരാണ് ഇൻവെസ്റ്റർ അല്ലെങ്കിൽ പർച്ചേസർ അല്ലെങ്കിൽ ബയ്യർ? ബയ്യർ മീൻസ് ഹൂ ബൈസ് ദി ഓപ്ഷൻ കോൺട്രാക്റ്റ് അല്ലേ, ആരാണ് ഒരു ഓപ്ഷൻ വാങ്ങിക്കുന്നത്. സോ ദ പാർട്ടി ഈസ് കോൾഡ് ദ ബയ്യർ. ഹീ ഈസ് ദ ഓണർ ആയിരിക്കും, ഹി ഹാസ് എ റൈറ്റ് ആയിരിക്കും. ഓരോ സെൻറ്റൻസുകളും ശ്രദ്ധിക്കാട്ടോ. ബയ്യർ എന്ന് പറഞ്ഞാൽ ഓണറാണ്, അയാൾക്ക് റൈറ്റ് ആണ് ഉണ്ടാകുന്നത്. ഹി ഹാസ് നോ ഒബ്ലിഗേഷൻസ് അല്ല. ഇനി എന്താ, ഇറ്റ് മീൻസ് ഹി മേ എക്സസൈസ് ദ ഓപ്ഷൻ ഓർ ഹി മേ നോട്ട് എക്സസൈസ് ദ ഓപ്ഷൻ ആവാം. ആൻഡ് ഹി ടേക്സ് ദ ലോങ് പൊസിഷൻ. ഇത് ഓരോ വാക്കുകളും ശ്രദ്ധിക്കുക, ഓരോ മെയിൻ പോയിന്റ്സ് ആണ്. ബയർ എന്ന് പറഞ്ഞാൽ ആരാണ്, ഹു ബൈസ് ദ ഓപ്ഷൻ ആണ്, ആളൊരു ഓണറാണ്. ദെൻ എന്താ, ഹി ഹാസ് എ റൈറ്റ് ടു എക്സസൈസ് ദ ഓപ്ഷൻ. ദാറ്റ് മീൻസ് എന്താ, ആൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്താൽ മതി, ഇഷ്ടമില്ലെങ്കിൽ ചെയ്യണ്ട. ദെൻ എന്താണ്, ബയ്യറാണ്. ബയ്യർ വിൽ ഹാവ് ഓൾവേസ് ഹാവ് എ ലോങ് പൊസിഷൻ. ദെൻ സെല്ലർ എന്ന് പറഞ്ഞാൽ ആരാണ്, ഹി വിൽ സെൽ ദ ഓപ്ഷൻ കോൺട്രാക്റ്റ് ആണ്. ഇത് നേരെ തിരിച്ചാണ്, ആൾക്ക് റൈറ്റ് അല്ല ഒബ്ലിഗേഷൻസ് ആണ് ഉള്ളത്. ഇനി അതേപോലെ തന്നെ എന്താ, ഹി ഹാസ് എ ഹയസ്റ്റ് റിസ്ക് ആണ് ആൻഡ് ഹി ടേക്ക് ദി ഷോർട്ട് പൊസിഷൻ ആയിരിക്കും. ബയ്യർക്ക് ലോങ് പൊസിഷനും സെല്ലർക്ക് ഷോർട്ട് പൊസിഷനും. ദെൻ ഇമ്പോർട്ടൻറ്റ് ടേംസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് സ്ട്രൈക്ക് പ്രൈസ് എന്ന്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് പറഞ്ഞു 250 രൂപയാണ് സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറഞ്ഞു അല്ലേ. കോൺട്രാക്റ്റ് എൻ്റർ ചെയ്തതിന് ശേഷം ഏത് പ്രൈസിലാണോ കോൺട്രാക്റ്റ് എക്സസൈസ് ചെയ്യുന്നത്, സോ ദാറ്റ് പ്രൈസ് ഇസ് കോൾഡ് സ്ട്രൈക്ക് പ്രൈസ് ഓർ എക്സസൈസ് പ്രൈസ്. ദെൻ സ്പോട്ട് പ്രൈസ്, as we had discussed in the futures and forwards chapter, spot price means the market price. എന്താണോ മാർക്കറ്റിൽ നിലനിൽക്കുന്ന പ്രൈസ്. കഴിഞ്ഞ എക്സാമ്പിളാണെന്നുണ്ടെങ്കിൽ 300 രൂപ എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസും സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത് 300 രൂപ തന്നെയാണ്. ദെൻ അതിൽ എക്സസൈസ് പ്രൈസ് എന്ന് പറയുന്നത് 250 രൂപ.
ദെൻ അണ്ടർലൈങ് എന്ന് പറയുന്നത് എന്താണ്? അണ്ടർലൈങ് അസറ്റാണ്. ദ അസറ്റ് ഓർ ദ അസറ്റ് ദാറ്റ് ഈസ് നോട്ട് ട്രേഡ് ഇൻ ദ ഓപ്ഷൻ മാർക്കറ്റാണ്. ദ അസറ്റ് ഈസ് കോൾഡ് ദി അണ്ടർലൈങ്. ദെൻ പ്രീമിയം. ഇപ്പോൾ ഓപ്ഷൻ ബയറും ഓപ്ഷൻ സെല്ലർക്ക് കൊടുക്കുന്ന ആ ഒരു പ്രൈസ്, ആ ഒരു കോൺട്രാക്റ്റിൻ്റെ ഇനീഷ്യൽ മാർജിൻ എമൗണ്ട് ഓഫ് മണി, ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ ഇഫ് ഹി വിൽ എക്സസൈസ് ദ ഓപ്ഷൻ. ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ പ്രീമിയം എന്ന് പറയുക. അവിടെ പറഞ്ഞതിന് ശേഷം ദ നെക്സ്റ്റ് പേജിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ദ എമൗണ്ട് ദ ഓപ്ഷൻ ബയർ ദ നീഡ് ടു പേ ടു ദ ഓപ്ഷൻ സെല്ലർ ഈസ് നോൺ ആസ് ദി ഓപ്ഷൻ പ്രീമിയം. ഓപ്ഷൻ ബയർ ഓപ്ഷൻ സെല്ലർ, നമ്മളിപ്പോൾ ഒരു സാധാരണ പറയില്ലേ, നമ്മളൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ ഇനീഷ്യൽ സം ഓഫ് മാർജിൻ കൊടുക്കുമെന്ന് പറയില്ലേ, അതേപോലെ തന്നെ ഓപ്ഷൻ ബയർ ഓപ്ഷൻ സെല്ലർക്ക് കൊടുക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ഓപ്ഷൻ പ്രീമിയം എന്ന് പറയുന്നത്. ദെൻ എക്സസൈസ് ഡേറ്റ് ആണ്. എക്സസൈസ് ഡേറ്റ് എന്നാണോ കോൺട്രാക്റ്റിന് എക്സസൈസ് ചെയ്യുന്നത്, സോ ദാറ്റ് ഡേറ്റ് ഈസ് കോൾഡ് എക്സസൈസ് ഡേറ്റ്. എക്സ്പിറേഷൻ ഡേറ്റ് ഇപ്പോൾ 3 months ടൈം പീരീഡിലേക്കുള്ള ഒരു കോൺട്രാക്റ്റ് ആയിരുന്നു. ആ ഒരു 3 months എന്ന് പറയുന്നതായിരിക്കും എന്തതിൻ്റെ എക്സ്പിറേഷൻ ഡേറ്റ് എന്ന് പറയുന്നത്. ദ ഡേറ്റ് വിച്ച് ഓപ്ഷൻ വിൽ എക്സ്പയേഴ്സ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, എക്സ്പിറേഷൻ ഡേറ്റ് എന്ന് പറയുന്ന കാര്യം. Then the next topic is that the option from the point of view of the seller or the writer. എന്താണ് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ദ സെല്ലർ, ഓപ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു ദ പ്രീമിയം അല്ലേ. അയാൾ ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്തിട്ട് ഒരു സെല്ലറൊക്കെ സംബന്ധിച്ചിടത്തോളം സെല്ലർക്ക് ഉണ്ടാകുന്ന ആകെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പ്രീമിയം കിട്ടും എന്നുള്ളൊരു കാര്യം മാത്രമാണ്. ബട്ട് ഹി ഹാസ് ടു ബെയർ ദി അൺലിമിറ്റഡ് ലോസ് ആയിരിക്കും അയാൾക്കത് ബെയർ ചെയ്യേണ്ടതായിട്ട് വരാം. കാൽക്കുലേഷൻസും അയാളുടെ ആൻറ്റിസിപ്പേഷൻസും എല്ലാം കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ എന്താണ്, അയാൾക്ക് ലോസ് ഒന്നും വരില്ല. അതർവൈസ് ഹി വിൽ ഹാസ് ടു എൻകർ ദി ലോസ്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഓപ്ഷൻസിൻ്റെ അഡ്വാൻറ്റേജസ് ഓർ ദ നീഡ്സ് എന്ന് പറയുന്ന കാര്യം. വൺ ഓഫ് ദ മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് ദ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ലിസ്റ്റ് ഔട്ട് ചെയ്യാം കേട്ടോ. ഇതിലൊക്കെ പാരഗ്രാഫ് ആയാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷേ പോയിന്റ്സ് ഒന്ന് ഓർത്ത് വയ്ക്കാം. ഓപ്ഷൻസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻസിന് ഈൽഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ടാക്സ് അഡ്വാൻറ്റേജസ് കിട്ടും. ഓപ്ഷൻ ഹോൾഡേഴ്സ് ക്യാൻ എൻജോയ് ടാക്സ് അഡ്വാൻറ്റേജസ് ആൻഡ് ദേ ഹാവ് ദ റൈറ്റ് ഓൺ ദി അണ്ടർലൈങ് അസറ്റ് ആണ്. ഇനി അതേപോലെ തന്നെ എന്താണ്, അവർക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതേപോലെ തന്നെ എന്ത് ചെയ്യാണ്ട്, പോർട്ട്ഫോളിയോ ട്രാൻസാക്ഷൻ കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ദെൻ ബെറ്റർ റിട്ടേൺസ് കിട്ടാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെയോ ഹെഡ്ജിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതുവരെ പറയുമ്പോൾ 6 points പറഞ്ഞു കേട്ടോ. മാർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മനസ്സിലാവും, 6 പോയിൻ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇനി ഓപ്ഷൻസ് മറ്റ് ഡെറിവേറ്റീവ്സായിട്ട് കമ്പൈൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അടുത്തതിൽ പറയും ഓപ്ഷൻസ് വിത്ത് എക്സോട്ടിക് ഓപ്ഷൻസ്, അങ്ങനെ പറഞ്ഞ പല ടൈപ്പ് ഓഫ് ഓപ്ഷൻസിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഓപ്ഷൻസ് മറ്റ് ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് ആയിട്ട് നമുക്ക് കമ്പൈൻ ചെയ്യാം. സോ അവിടെ റിസ്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അതേപോലെ തന്നെ അഡീഷണൽ ഇൻകംസ് ഏൺ ചെയ്യാനായിട്ടൊക്കെ സഹായിക്കുന്നു. സോ ദിസ് ഇസ് അബൌട്ട് ദി അഡ്വാൻറ്റേജസ് ഓർ ദ നീഡ്സ് ഓഫ് ഓപ്ഷൻ. ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഒരു 5-6 പോയിൻറ്റ്സ് ഓർത്ത് വയ്ക്കുക. ദെൻ ഇവിടെ വൃത്തിയായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് എൻ്റെ നീഡ്സ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഗിയർഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആക്കാനായിട്ട് പറ്റും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാപിറ്റൽ ഗിയറിങ്ങിൽ പറയുന്നുണ്ട് അല്ലേ, ലോ ഗിയറിങ്, ഹൈ ഗിയർ, ഡെപ്റ്റ് ഇക്വിറ്റി കോമ്പിനേഷൻ. അവിടെയാണ് നമ്മൾ ഗിയറിങ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഡെപ്റ്റ് ഇക്വിറ്റി കോമ്പിനേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്താ പറയുന്നത്, ലോവർ ഇക്വിറ്റി ആക്കുക, ഡെപ്റ്റ് കൂടുക, അതല്ലെങ്കിൽ അതേപോലെ ഹൈ ഗിയർഡ് ലോ ഗിയർഡ് ആയിട്ടുള്ള ഫേം ആവാം, അവർക്ക് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് പൊസിഷൻസ് ആണ് ചെയ്യുക. അതാണ് എൻ്റെ മെയിനായിട്ട് പറയുന്ന കാര്യം. അതേപോലെ തന്നെ എന്താണ്, ഇവിടെ നമ്മൾ ഓപ്ഷൻ കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്ത് നമുക്ക് ഒരു അഡ്വാൻറ്റേജസ് പൊസിഷൻസ് ഏൺ ചെയ്യാനായിട്ട് പറ്റാം. പിന്നെ രണ്ടാമത്തെ കാര്യം പറയുന്നത് ബയർ ക്യാൻ ലിമിറ്റ് ദ ലോസ് ആൻഡ് വി ക്യാൻ മാക്സിമൈസ് ദ പ്രോഫിറ്റ് ആണ്. ദ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഹെഡ്ജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഇനി അതേപോലെ തന്നെ സ്പെക്കുലേഷനും യൂസ് ചെയ്യാം. ദെൻ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിൻ്റെ ഒരു ടൂളായിട്ടും നമുക്ക് ഓപ്ഷൻസിനെ യൂസ് ചെയ്യാം. സോ ഓൾ ദീസ് ആർ ദ നീഡ്സ്. ഇപ്പം നിങ്ങൾ ഈ 5 പോയിൻറ്റ്സ് വൃത്തിയായിട്ട് പഠിക്കുക. അതേപോലെ തന്നെ തുടക്കത്തിൽ പറഞ്ഞ 6 പോയിൻറ്റുകൾ പറയുന്നുണ്ട്. 6 പോയിൻറ്റും കൂടി ഇതിലേക്ക് ആഡ് ഓൺ ചെയ്തിട്ട് എഴുതാം. അല്ലെങ്കിൽ നീഡ് ഫോർ ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ ഒന്നും എഴുതാനായിട്ട് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് കൂടി ഇവിടെ എഴുതാം. അപ്പോൾ ഒരു 11 points ആയിട്ട് കിട്ടും. നെക്സ്റ്റ് ടോപ്പിക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്യൂച്ചേഴ്സും ഫോർവേഡ്സും തമ്മിലുള്ള ഡിഫറൻസ്.
അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് ദ ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും തമ്മിലുള്ള വ്യത്യാസം. ഇതിന് ഏതെങ്കിലും ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻസുകൾ തമ്മിലുള്ള വ്യത്യാസം ഇറ്റ് ഈസ് എ ഷുവർ ക്വസ്റ്റ്യൻ ഫോർ എക്സാമിനേഷൻ ആണ് കേട്ടോ. എന്തായാലും ചോദിക്കും. ഇപ്പോൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് തമ്മിലുള്ള വ്യത്യാസം. ഫ്യൂച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, രണ്ട് പാർട്ടിക്കും ഒരു ഒബ്ലിഗേഷൻസ് ഉണ്ട് ടു പെർഫോം ദി കോൺട്രാക്ട് ഫ്യൂച്ചർ കോൺട്രാക്ട് പെർഫോം ചെയ്യാനായിട്ട് രണ്ട് പാർട്ടിക്കും ഒബ്ലിഗേഷൻസ് ഉണ്ട്. ബട്ട് ഇൻ കേസ് ഓഫ് ഓപ്ഷൻസിൽ ആർക്കാണ് ഒബ്ലിഗേഷൻസ് ഉള്ളത്? സെല്ലർക്ക് മാത്രമാണ് ഒബ്ലിഗേഷൻസ് ഉള്ളൂ. ബയർക്ക് അതൊരു റൈറ്റ് ആണ്, അയാളുടെ ചോയ്സ് ആണ്. ദെൻ മാർജിൻ ആണ് ബേസിസ് ഓഫ് ദി ഓപ്ഷൻ കോൺട്രാക്ട്. ഇവിടെ എന്ന് പറയുന്നത് ഓപ്ഷൻ പ്രീമിയം ആണ് ദ ബേസിസ് ഓഫ് ദി കോൺട്രാക്ട്. ദെൻ ബോത്ത് ബയർക്കും സെല്ലർക്കും എന്തുണ്ട്, ഒരു അൺലിമിറ്റഡ് ലോസസ് ഫേസ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ബയറെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റും സെല്ലറെ സംബന്ധിച്ചിടത്തോളം ലോസ് എൻകർ ചെയ്യാനായിട്ടുള്ള ചാൻസ് ആണ് വരുന്നത്. പിന്നെന്താ, they are preferential contract for the speculator to maximize the profit ആണ്. they are preferential contract for hedging or minimizing the risk മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി ഓപ്ഷൻ കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യുന്നത്. പിന്നെന്താ, എപ്പോഴാണത് ഹോണഡ് ആവുന്നത് എപ്പോഴാണ്? രണ്ട് പാർട്ടീസും ഒരു സ്പെസിഫൈഡ് ഡേറ്റിൽ കോൺട്രാക്ട് എക്സസൈസ് ചെയ്യുമ്പോഴാണ് അത് ഹോണഡ് ആകുക. ഇനി എപ്പോഴാണത് എക്സസൈസ് ചെയ്യുക? ബയ്യർക്ക് എപ്പോൾ ഇഷ്ടമുണ്ടോ, അതായത് കോൺട്രാക്ട് അഗ്രി ചെയ്തിട്ട് ആ കോൺട്രാക്റ്റിൻ്റെ എക്സ്പയറി ഡേറ്റ് ആകുന്നതിൻ്റെ ഇടയിൽ ബയ്യർക്ക് എപ്പോഴൊക്കെ ഇഷ്ടമുണ്ടോ അപ്പോഴൊക്കെ അയാൾക്ക് എക്സസൈസ് ചെയ്യാം. സോ ദിസ് ഈസ് എ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫ്യൂച്ചേഴ്സ് ആൻഡ് ദി ഓപ്ഷൻസ്. ദെൻ വാട്ട് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫോർവേഡ്സ് ആൻഡ് ഓപ്ഷൻ? ഫോർവേഡ്സിലും ഇതേപോലെ തന്നെയാണ്. ഫോർവേഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്യൂച്ചേഴ്സിൻ്റെ പോലെ തന്നെ ഒന്നാമത്തെ പോയിന്റ് എന്താണ്, ബോത്ത് ബയർ ആൻഡ് സെല്ലർ ഹാവ് ദി ഒബ്ലിഗേഷൻസ് ആണുള്ളത്, മറ്റത് റൈറ്റ് ആണ്. ഫോർവേഡ്സ് എന്ന് പറയുന്നത് കസ്റ്റമൈസ്ഡ് കോൺട്രാക്റ്റ് ആണ്, അല്ലേ? ഓരോ കസ്റ്റമേഴ്സിൻ്റെയും ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടാണ് നമ്മൾ പറഞ്ഞത് OTCI മാർക്കറ്റിലാണ് ട്രേഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്റ്റ് അല്ല. അപ്പോൾ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്റ്റ് ആണ്, അതേസമയം ഫോർവേഡ്സ് എന്ന് പറയുന്നത് ഒരു കസ്റ്റമൈസ്ഡ് കോൺട്രാക്റ്റ് ആണ്. നോട്ട് ട്രേഡ് ഇൻ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഓപ്ഷൻസ് എന്ന് പറയുന്നത് ട്രേഡ് ഇൻ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. അവിടെ പ്രീമിയം ഒന്നുമില്ല. പക്ഷേ ഓപ്ഷൻസിൻ്റെ കേസിൽ ഓപ്ഷൻ പ്രീമിയം ഉണ്ട്. എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ്റെ ബേസിസിലായിരിക്കും. അവിടെ ഓർഗനൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നതല്ല, സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്റ്റ് അല്ല. സോ ദി എക്സ്പയറി ഡേറ്റ് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ട്രാൻസാക്ഷൻസ് ആണ്. ഇവിടെ ഓപ്ഷൻസിൻ്റെ കേസിൽ അമേരിക്കൻ ഓപ്ഷൻസ്, യൂറോപ്യൻ ഓപ്ഷൻസ്, എക്സോട്ടിക് ഓപ്ഷൻസ് എന്നൊക്കെ പറഞ്ഞ് പല ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ മറ്റെല്ലാ ഓപ്ഷൻസും ഒരു ടൈം പീരീഡിലേക്കായിരിക്കും, ഒരു കോൺട്രാക്റ്റിൻ്റെ ഒരു ടൈമിലേക്ക് മാത്രമേ എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ഇൻ കേസ് ഓഫ് അമേരിക്കൻ ഓപ്ഷൻസ് ദ കോൺട്രാക്ട് ക്യാൻ ബി എക്സസൈസ്ഡ് അറ്റ് എനി ടൈം ഡ്യൂറിങ് ദ ലൈഫ് ഓഫ് ദി കോൺട്രാക്ട്. ആ കോൺട്രാക്റ്റിൻ്റെ ഏത് സമയത്ത് വേണമെങ്കിലും അത് എക്സസൈസ് ചെയ്യാം. സോ ദീസ് ആർ ദ മെയിൻ ഡിഫറൻസസ് ബിറ്റ്വീൻ ദി options and forwards. So this is enough. We will discuss further in the next live class. Okay, thank you. സോ ഇത്രയും പോർഷൻസ് വായിക്കുക, അണ്ടർലൈൻ ചെയ്യുക, പഠിക്കുക കേട്ടോ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റർ ആണ്. സോ ബി സീരിയസ്. താങ്ക് യു.